ഈ കഥ നടക്കുന്നത് സൗത്ത് കൊറിയയിലെ ഗോക്സിയോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഈ അടുത്തായിട്ട് ഒരു ജപ്പാൻകാരൻ വന്നിട്ടുണ്ട്. അയാളിപ്പോ അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് ഈ സിനിമയിലെ നായകനെയാണ്. ഇയാളുടെ പേര് ജോങ്കു എന്നാണ്. ഇയാൾ ഒരു പോലീസുകാരനാണ്. ഇയാൾക്ക് ഇപ്പോൾ ഒരു കോള് വന്നിട്ടുണ്ട്. അതായത് ഒരു കൃഷിക്കാരന്റെ ഭാര്യ മരിച്ചു, ആരോ കൊന്നതാണ്, അതിനെ തുടർന്ന് അങ്ങോട്ട് അന്വേഷിക്കാൻ വരണം എന്നാണ് അയാൾ അറിയിച്ചിരിക്കുന്നത്. ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അയാൾ ഇപ്പോൾ വീട്ടുകാരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളും അയാളുടെ ഭാര്യയും മകളും പിന്നെ അമ്മയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ആരാണ് മരിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു അവസരത്തിൽ ജോങ്ക് അയാളുടെ ഫാമിലിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷമാണ് അയാൾ ആ മരണം നടന്ന വീട്ടിലേക്ക് പോകുന്നത്. ആ മരിച്ച ലേഡിയുടെ ഭർത്താവ് തന്നെയാണ് അവളെ കൊന്നിരിക്കുന്നത്. പോലീസുകാർ അയാളെ വിലങ്ങു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അയാൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അയാൾക്ക് എന്തോ ഒരു പകർച്ചവ്യാധി ബാധിച്ചിട്ടുണ്ട്. എന്തോ കുരുക്കളൊക്കെ അയാളുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അയാളെ ശരിക്കൊന്നും നോക്കിയതിനു ശേഷമാണ് ജോങ്കു വീടിന്റെ അകത്തേക്ക് പോകുന്നത്. അതിനകത്തെ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അയാളുടെ ഭാര്യയെ വെട്ടിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ആ റൂം മൊത്തത്തിൽ ചോരയാണ്. എന്തുകൊണ്ടാണ് ആ കൃഷിക്കാരൻ അയാളുടെ ഭാര്യയെ കൊന്നത് എന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ അവിടുത്തെ ആ പരിശോധനയിൽ വേറൊരുത്തം കൂടെ അവിടെ മരിച്ചിടക്കുന്നവർ കാണുന്നുണ്ട്. പക്ഷെ അയാളെ കൊന്നിരിക്കുന്നത് അവിടെ വെച്ചിട്ടല്ല, അത് മറ്റൊരു സ്ഥലത്താണ്. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അവരെത്തിച്ചേർന്നത് ആ കൃഷിക്കാരന്റെ വേറൊരു വീട്ടിലാണ്. അവിടെയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ടാണ് അയാളെ കൊന്നിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ആ ബോഡി എടുത്തുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് അയാളുടെ ഭാര്യയെ കൊല്ലുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് അവിടുത്തെ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പോലീസുകാരൊക്കെ ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജോങ്കു ആണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ മറ്റു ഭാഗങ്ങളാണ് പരിശോധിക്കുന്നത്. ആ പരിശോധനയിൽ അവിടെ ഒരു നൂലിൽ കെട്ടിയിരിക്കുന്ന കുറച്ച് പൂക്കൾ അയാൾ കാണുന്നുണ്ട്. എന്നാൽ ആ പൂക്കൾ മൊത്തം കരിഞ്ഞു പോയിരിക്കുകയാണ്. സംശയത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് പോലീസുകാർ അയാളെ വിളിച്ചിട്ട് മറ്റൊരു കാര്യം കാണിച്ചു കൊടുക്കുന്നത്. അത് ആ വീടിനകത്തെ ഒരു റൂമാണ്. ഒറ്റ നോട്ടത്തിൽ അവിടെ ഒരു മന്ത്രവാദം നടന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പിറ്റേ ദിവസമായി ഒരു വേട്ടക്കാരൻ ഇപ്പോ അയാളുടെ ഹണ്ടിങ്ങിന് വേണ്ടി ഒരു കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അയാൾ ഒരു മാനിനെ പിടിച്ചിട്ടുണ്ട്. അതുമായിട്ട് കാട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അയാളുടെ കാലൊരു കല്ലിൽ തട്ടി അയാൾ നേരെ താഴേക്ക് വീഴുന്നത്. അയാളെ നേരെ ഉരുണ്ടുരുണ്ട് താഴേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു കല്ലിൽ തലയിടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയാളുടെ ബോധം പോവുകയും ചെയ്യുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അയാൾക്ക് ബോധം വരുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അയാൾ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ജപ്പാൻകാരനുണ്ടല്ലോ, അയാളിപ്പോ ഈ വേട്ടക്കാരൻ പിടിച്ച മാനിനെ പച്ചയ്ക്ക് തിന്നോണ്ടിരിക്കുകയാണ്. വെറും ഒരു കോണകം മാത്രമാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. ഒരു പേടിയോടെ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ് ഈ വേട്ടക്കാരൻ. പെട്ടെന്നാണ് ആ ജപ്പാൻകാരൻ ആ വേട്ടക്കാരന്റെ അടുത്തേക്ക് വരുന്നത്. അയാളുടെ കണ്ണിങ്ങനെ ചുവന്ന കളറിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ ആ വേട്ടക്കാരന് സാധിക്കുന്നുള്ളൂ. അങ്ങനെ സമയം രാത്രിയായി. ജോങ്കു ഒരു പോലീസുകാരനും അവരുടെ സ്റ്റേഷനിലിരിക്കുകയാണ്. നല്ല ഇടിയും മഴയുണ്ട്. അവരിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജപ്പാൻകാരന്റെ കാര്യമാണ്. അയാൾ ആ നാട്ടിൽ വന്നതിന് ശേഷം 2-3 ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അയാള് കാരണം സംഭവിച്ചതാണ് എന്നാണ് ആ പോലീസുകാരൻ ജോങ്കുവിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ ആ ജപ്പാൻകാരനെ ആ വേട്ടക്കാരൻ കണ്ട കാര്യവും നാട്ടിലിപ്പോ പാട്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജോങ്കു അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ആൾക്കാർ മരിച്ചു പോയതിന്റെ കാര്യം അവരെന്തോ മാജിക് മഷ്റൂം കഴിച്ചതിനെ തുടർന്നിട്ടാണ് എന്നാണ് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെയായിരിക്കും ഇത് സംഭവിച്ചത് എന്നാണ് ജോങ്കു വിശ്വസിക്കുന്നത്. അവരതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കറണ്ട് പോകുന്നത്. ഈ സമയത്താണ് അവരൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അതൊരു സ്ത്രീയാണ്. തുണിയൊന്നും ഇല്ലാതെയാണ് അവർ ആ സ്റ്റേഷന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ ആ 2 പോലീസുകാരും പേടിച്ച് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞിട്ട് അവർ നോക്കുമ്പോൾ ആ ലേഡി അവിടെ കാണുന്നില്ല. ഇത്ര പെട്ടെന്ന് ആ സ്ത്രീ എവിടെ പോയി എന്ന് സംശയിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവര്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ജോങ്കു ഇപ്പോൾ അയാളുടെ മകളെയും കൊണ്ട് ഒരു കായലിന്റെ തീരത്തിരിക്കുകയാണ്. ഇവളുടെ പേര് ഹ്യോജിൻ എന്നാണ്. ഈ ജോങ്കുവിനെ സംബന്ധിച്ച് തന്റെ മകൾ എന്ന് പറഞ്ഞ അയാൾക്ക് ജീവനാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ മകളുമായിട്ട് ഇങ്ങനെ അയാൾ ഔട്ടിങ്ങിന് വരാറുണ്ട്. ഈ സമയം അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയാളുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ജപ്പാൻകാരൻ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയായി. ആ ഗ്രാമത്തിൽ വീണ്ടും ഒരു മരണം നടന്നിട്ടുണ്ട്. അതറിഞ്ഞിട്ട് ജോങ്കു ഇപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അയാൾ അവിടേക്ക് എത്തുമ്പോൾ ബാക്കിയുള്ള പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല നാട്ടുകാരും അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അയാൾ നോക്കുമ്പോൾ അവിടെയുള്ള ഒരു വീട് മൊത്തം കത്തിപ്പോയിട്ടുണ്ട്. അതിനകത്ത് ആരൊക്കെയോ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോങ്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിന്റെ മുറ്റത്തായിട്ട് ഒരു സ്ത്രീ ഭ്രാന്ത് പിടിച്ച് അലറിക്കൊണ്ടിരിക്കുകയാണ്. ജോങ്കുവിനെ കാണുമ്പോൾ അവൾ അയാൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അയാളാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വേറൊരു ലേഡിയും കൂടെ വന്നിട്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ 2 സ്ത്രീകളും അയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ബാക്കിയുള്ള പോലീസുകാർ ആ 2 സ്ത്രീകളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നത്. അങ്ങനെ ആ 2 ലേഡികളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി ജോങ്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ വീടിന്റെ മതിൽക്കെട്ടിന്റെ അപ്പുറത്തായിട്ട് ആൾക്കാരുടെ കൂട്ടത്തിൽ ആ ജപ്പാൻകാരനും നിൽക്കുന്നുണ്ട്. അയാൾ ഇപ്പോ ജോങ്കുവിനെ തന്നെയാണ് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജോങ്കു തിരിച്ച് അവന്റെ സ്റ്റേഷനിലെത്തി. അവിടുത്തെ പോലീസുകാരുമായിട്ട് ചേർന്നിട്ട് അയാളിപ്പോ ഒരു ഡിസ്കഷനിലാണ്. അതായത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു തുണി എടുക്കാത്ത ഒരു സ്ത്രീയെ കണ്ടിട്ടില്ലായിരുന്നു. ആ സ്ത്രീയെ തന്നെയാണ് ഇന്ന് ആ കത്തിപ്പോയ വീടിന് മുന്നിൽ വെച്ചിട്ട് അയാൾ കണ്ടത്. എന്തിനായിരിക്കും അവർ ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് അവരിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനുള്ള കാരണം അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ തുണിയില്ലാതെ നടന്ന സ്ത്രീ ഉണ്ടല്ലോ, അവരിപ്പോ തൂങ്ങി മരിച്ചിരിക്കുകയാണ്.
രാവിലെ തന്നെ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ആ ഗ്രാമം ഉണർന്നിരിക്കുന്നത്. അങ്ങനെ അതിനെ തുറന്ന് പോലീസുകാരൊക്കെ അവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവരുടെ ആ അന്വേഷണത്തിൽ ആ ലേഡിയുടെ വീട് കത്തിയതിനെ തുറന്നിട്ടല്ല അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചത്. ആ തൂങ്ങി മരിച്ച സ്ത്രീയാണ് ആ വീട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെ കൊന്നത്. അതിനുശേഷമാണ് അവരിപ്പോ തൂങ്ങി മരിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യമാണ് അവർക്ക് ആ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ആ അന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്റെ ഒരു ഫ്രണ്ട് വിളിച്ചതിനെ തുടർന്ന് ജോങ്കു ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്നിരിക്കുകയാണ്. അവിടെ നടക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ആ ഫ്രണ്ട് ഇപ്പൊ ജോങ്കുവിനായിട്ട് വിളിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ തൂങ്ങി മരിച്ച സ്ത്രീയെ ആ ജപ്പാൻകാരൻ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഭ്രാന്ത് പിടിച്ച രീതിയിലായിരുന്നു അവർ ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത്. പല തവണ തുണിയില്ലാതെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും അവരെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ വരെ തുണിയില്ലാതെ അവളെ കണ്ടിട്ടുണ്ട്. അവളുടെ ശരീരത്തിൽ മൊത്തം എന്തൊക്കെയോ പഴുപ്പും കുരുക്കളും ഒക്കെ ആയിരുന്നു. മാത്രമല്ല അവർ ഭ്രാന്തമായ രീതിയിൽ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഫ്രണ്ട് ഇപ്പോൾ ജോങ്കുവിന്റെ അടുത്ത് പറയുന്നത്. അയാൾ ആ പറയുന്നൊക്കെ കേട്ട് ജോങ്കു ആണെങ്കിൽ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ജോങ്കു ഒരു പോലീസുകാരനും കൂടെ ആ മരണം നടന്ന വീടിന് കാവലിരിക്കുകയാണ്. അവരിപ്പോഴും അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ പോലീസുകാർക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വട്ട് കേസാണെന്ന് വിചാരിച്ചിട്ട് അവർ ആ പെൺകുട്ടിയെ വല്ലാതെ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആ സംസാരത്തിനിടയിൽ ജോങ്കു മറ്റേ പോലീസുകാരന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ മരിച്ച സ്ത്രീയുടെ ശരീരത്തിൽ എന്തൊക്കെയോ കുരുക്കളൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ജോങ്കു ആ പോലീസുകാരനെ ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞിട്ടും ആ പെണ്ണാണെങ്കിൽ ജോങ്കുവിനെ നേരെ കല്ലെടുത്തെറിയുന്നുണ്ട്. ഈ സമയം ജോങ്കു അവളുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. ജോങ്കു അത് ചോദിച്ചു കഴിയുമ്പോൾ ആ പെണ്ണ് അവിടെ നടന്ന മരണത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആ സ്ത്രീയാണ് അവിടെയുള്ള എല്ലാവരെയും കൊന്നത്. അവരെന്തോ ഒരു മന്ത്രവാദം ഇവിടെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ അതിന് സമ്മതിച്ചില്ല. അതിനെ തുറന്നിട്ടാണ് ആ ലേഡി അവരെല്ലാവരെയും കൊന്നു കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ വീട്ടിലേക്കാണ് ജോങ്കുവിനെയും വിളിച്ചോണ്ട് പോകുന്നത്. അതിനുശേഷം എവിടെ വെച്ചിട്ടാണ് ആ സ്ത്രീ ബാക്കിയുള്ളവരെ കൊന്നത് എന്നൊക്കെ അവള് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. മാത്രമല്ല ആ പെണ്ണ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ആ സ്ത്രീ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് വന്ന ജപ്പാൻകാരനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അയാൾ ആൾക്കാരുടെ ചോര കുടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് അവർ പറയാറുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പെണ്ണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ജോങ്കുവിന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ഞാനും ആ ജപ്പാൻകാരനെ പലതവണ കണ്ടിട്ടുണ്ടല്ലോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. പലതവണയോ? അയാളെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അയാൾ നിങ്ങളുടെ ചോരയും കുടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് നേരത്തെ പുറത്തേക്ക് പോയ ആ പോലീസുകാരൻ ജോങ്കുവിനെ വിളിക്കുന്നത്. ആ ഫോൺ എടുത്ത ഉടനെ തന്നെ ജോങ്കു അയാളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെ മരണം നടന്നതിന് ഒരു ദൃക്സാക്ഷിയുണ്ട്, ഒരു പെൺകുട്ടിയാണ്, അവളിപ്പോ എന്റെ അടുത്തുണ്ട്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്നാണ് ജോങ്കു പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം ജോങ്കു ഫോൺ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ പെണ്ണിനെ അവിടെ കാണുന്നില്ല. ആ വീട് മൊത്തം ജോങ്കു അരിച്ചു പെറുക്കുന്നുണ്ട്, എന്നാൽ എവിടെയും ആ പെണ്ണിനെ കാണുന്നില്ല. ഈ സമയത്താണ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചകൾ കാണുന്നത്. അത് ആ ജപ്പാൻകാരനാണ്. അയാളിപ്പോ അവിടെ കിടന്നിട്ട് ഒരു മാനിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ജോങ്കു അയാളെ കണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ആ ജപ്പാൻകാരൻ അയാളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ജോങ്കു ആണെങ്കിൽ അത് കണ്ട് ഉറക്കെ നിലവിളിക്കാണ്. ഈ ഒരു സ്വപ്നം കണ്ടിട്ടാണ് ജോങ്കു ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഈ സമയം അയാളുടെ ഭാര്യ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മകൾക്ക് സുഖമില്ല എന്ന കാര്യമാണ് അയാളെ അറിയിക്കുന്നത്. അതിനെ തുടർന്ന് ജോങ്കു നേരെ മകളുടെ അടുത്തേക്കാണ് പോകുന്നത്. അവളാണെങ്കിൽ നല്ല രീതിയിൽ പനിച്ചു കിടക്കുകയാണ്. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ അവളുടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ജോങ്കു മറ്റേ പോലീസുകാരനെയും കൂട്ടി വേറൊരാളെ കാണാനാണ് പോകുന്നത്. അയാളിപ്പോ ആ ജപ്പാൻകാരൻ മാന്യത നിന്നായിട്ട് സ്വപ്നം കണ്ടല്ലോ, അതിൽ നിന്നും നേരത്തെ ആ വേട്ടക്കാരൻ പറഞ്ഞ കഥയൊക്കെ സത്യമാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആ വേട്ടക്കാരനെ കാണാൻ വേണ്ടിയിട്ടാണ് ജോങ്കു ആ പോലീസുകാരനെയും കൂട്ടി പോകുന്നത്. അങ്ങനെ വേട്ടക്കാരൻ അന്ന് അയാളെ കാട്ടിൽ കണ്ട കാര്യങ്ങളൊക്കെ ജോങ്കുവിന്റെയും പോലീസുകാരന്റെ അടുത്ത് പറയാൻ തുടങ്ങി. മാത്രമല്ല ഈ ഗ്രാമത്തിൽ ഈ അടുത്തായിട്ട് നടന്ന എല്ലാ മരണങ്ങൾക്കും കാരണം ആ ജപ്പാൻകാരനാണ് എന്നും കൂടെ ആ വേട്ടക്കാരൻ പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ, നീ പറഞ്ഞ ഒക്കെ ഞങ്ങൾ വിശ്വസിക്കാം. ആ ജപ്പാൻകാരൻ താമസിക്കുന്ന എവിടെയാണെന്ന് നിനക്കറിയോ? അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞിട്ട് അവർ ആ വേട്ടക്കാരനെയും കൊണ്ട് കാട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവർ കാട്ടിലെത്തി ആ ഏരിയ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. കുറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം അവരവിടെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അത് മാനിന്റെ ശരീരാവശിഷ്ടങ്ങളാണ്. അതിൽ നിന്നും ആ ഏരിയയുടെ അടുത്താണ് അയാളുടെ വീട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ ആ വേട്ടക്കാരനാണെങ്കിൽ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ശരിക്കും പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് വരുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ അവിടെ നല്ല മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ അയാൾ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ ജോങ്കു ആ പോലീസുകാരനും അയാളെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അതിനിടയിൽ അയാൾ തട്ടി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ആ പോലീസുകാരെയും തെറി പറഞ്ഞ് അയാൾ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അയാളുടെ ശരീരത്തിലേക്ക് മിന്നലടിക്കുന്നത്. അതോടൊപ്പം തന്നെ അയാൾ ബോധം കെട്ട് താഴേക്ക് വീഴാണ്. അങ്ങനെ ഉടനെ തന്നെ ജോങ്കുവും പോലീസുകാരനും അയാളെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അയാളുടെ അവസ്ഥ ഇപ്പൊ മോശം കണ്ടീഷനാണ്. അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മറ്റൊരു രോഗി ഉറക്കെ കരയുന്നത്. ജോങ്കു അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ കൃഷിക്കാരനാണ്.
അയാളിപ്പോ വല്ലാത്തൊരു കണ്ടീഷനിലാണ് അവിടെ കിടക്കുന്നത്. വേദന കൊണ്ട് അയാൾ പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അയാൾ ചോര തുപ്പി മരിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ജോങ്കു. അങ്ങനെ സമയം രാത്രി. ജോങ്കു ഇപ്പൊ വീട്ടിലാണ്. എന്തോ ഒരു സ്വപ്നം കണ്ട് അയാളുടെ മകള് ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ട്. വല്ലാതെ പേടിച്ചുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ഉറക്കം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നം കണ്ട് പേടിച്ചല്ലെന്ന് വിചാരിച്ചിട്ട് ജോങ്കു അതിനത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ അയാളുടെ ആ ചിന്തകളൊക്കെ മാറാൻ തുടങ്ങി. അയാളുടെ മകളുടെ ഭാഗത്തു നിന്നും ഒരു വിചിത്രമായ കാഴ്ചയാണ് അയാൾ കാണുന്നത്. അതായത് അയാളുടെ മകൾക്ക് മീൻ ഇഷ്ടമല്ല. എന്നാൽ ഇപ്പോഴവളാണെങ്കിൽ മീൻ ഇങ്ങനെ വലിച്ചു വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ജോങ്കുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ജോങ്കുവിന്റെ അമ്മ അയാളെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യം പറയുന്നത്. നമ്മുടെ മോക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇത് ഡോക്ടർമാർ വിചാരിച്ചാലൊന്നും മാറ്റാൻ പറ്റത്തില്ല. എന്തോ ബാധ കൂടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു മന്ത്രവാദിയുണ്ട്. ഞാൻ അയാളെ ഈ കാര്യം ഒന്ന് അറിയിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നാണ് ജോങ്കുവിന്റെ അമ്മ പറയുന്നത്. ജോങ്കു ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ജോങ്കു നേരെ പോകുന്നത് മറ്റേ പോലീസുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. അയാളിപ്പോ അയാളുടെ ബ്രദറിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവന്റെ പേര് സാം എന്നാണ്. ഇവൻ പള്ളിയിലച്ഛനാവാൻ വേണ്ടി പഠിക്കുകയാണ്. ഇവൻ അങ്ങോട്ട് വിളിച്ചോണ്ടിരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോങ്കു ആ പോലീസുകാരനും ഇപ്പോൾ ആ ജപ്പാൻകാരനെ കാണാൻ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് ജാപ്പനീസ് ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. ഇവർക്ക് അത് അറിയില്ല. അപ്പൊ അവരെ സംസാരിക്കുന്ന കാര്യം തർജ്ജമ ചെയ്യാൻ ഒരാൾ വേണമല്ലോ. ഈ സാമിന് ജാപ്പനീസ് ഭാഷ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ പോലീസുകാരൻ അവൻ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ 3 പേരും കൂടെ ആ ജപ്പാൻകാരന്റെ വീട്ടിലെത്തി. പക്ഷെ ഈ ഒരു സമയത്ത് ജപ്പാൻകാരൻ അവിടെ ഇല്ല. അവരുടനെ തന്നെ ആ വീട് മൊത്തത്തിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവിടെ മുറ്റത്തൊരു പട്ടിയെ കെട്ടിയിട്ടുണ്ട്. അതാണെങ്കിൽ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ വീട് മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ വീടിന് 2 റൂമാണുള്ളത്. മറ്റേ പോലീസുകാരൻ ആ റൂമിന്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെയാണ് പരിശോധിക്കുന്നത്. എന്നാൽ ജോങ്കു ആണെങ്കിൽ മറ്റേ മുറിയിലാണ് പരിശോധിക്കുന്നത്. അവൻ അതിൽ നോക്കുമ്പോൾ ആ റൂമിനകത്ത് എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം അവിടുത്തെ കാഴ്ചയിൽ നിന്ന് തന്നെ ജോങ്കുവിന് മനസ്സിലായി. ഈ സമയം മറ്റേ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ആ റൂമിനകത്തെ ഒരു ചെറിയ അറയാണ് ശ്രദ്ധിക്കുന്നത്. ആ അറയ്ക്കകത്ത് നിറയെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഫോട്ടോയിലുള്ളതൊക്കെ ഈ അടുത്ത കാലത്ത് ആ ഗ്രാമത്തിൽ മരിച്ച ആളുകളാണ്. എല്ലാവരും എന്തോ ഒരു അസുഖം വന്നിട്ടാണ് മരിച്ചിരിക്കുന്നത്. അവരുടെ നോർമൽ അവസ്ഥയിലുള്ള ഫോട്ടോയെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അസുഖം വന്നതിന് ശേഷമുള്ള ഫോട്ടോയെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മറ്റേ പോലീസുകാരൻ ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് പുറത്തു നിൽക്കുന്ന സാമിനെ ആ പട്ടി അറ്റാക്ക് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ തന്നെ ജോങ്കു വേഗം ചെന്നിട്ട് അവനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആ പട്ടിയെ കെട്ടിയിട്ടിരിക്കുന്ന ആ കുറ്റി അവിടെ നിന്ന് അഴിഞ്ഞു പോരാണ്. അങ്ങനെ ആ പട്ടി ഉടനെ ജോങ്കുവിനെയും സാമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവരാണെങ്കിൽ ഒരു റൂമിനകത്തേക്ക് കയറി അവിടെ വാതിലടച്ചിരിക്കുകയാണ്. കുറെ നേരം ആ പട്ടി അവരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരൊരു മേശ വെച്ച് തള്ളി പിടിച്ചത് കാരണം പട്ടിക്ക് അവരെ കിട്ടുന്നില്ല. കുറച്ച് സമയം അവിടെ ബഹളം ഉണ്ടാക്കിയതിനു ശേഷം ആ പട്ടി അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അവര് നോക്കുമ്പോൾ ആ ജപ്പാൻകാരൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയാളെ വിളിച്ചതിനെ തുടർന്നിട്ടാണ് ആ പട്ടി അങ്ങോട്ട് പോയിരിക്കുന്നത്. ഈ സമയം മറ്റേ പോലീസുകാരനാണെങ്കിൽ ആ ഫോട്ടോ ഇരിക്കുന്ന ആ റൂമിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഷൂ കിടക്കുന്നുണ്ട്. അത് ജോങ്കുവിന്റെ മകളായ ഹ്യോജിന്റെ ഷൂ ആണ്. അതാണ് അയാൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ജപ്പാൻകാരൻ ആ വീട്ടിലേക്ക് എത്തി. പക്ഷെ അയാൾ അവരെ ഒന്നും പറയുന്നില്ല. ആ ഏരിയ മൊത്തം ഒന്ന് പരിശോധിച്ചതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ജോങ്കുവും കൂട്ടരും വേഗം തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ കാറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം മറ്റേ പോലീസുകാരനാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് കാണുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നം, നീ എന്തിനാണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് എന്നാണ് ജോങ്കു ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ജോങ്കു. ആ ജപ്പാൻകാരൻ അയാളെ കാരണമാണ് ഇവിടെയുള്ള മരണങ്ങൾ മൊത്തം സംഭവിച്ചിരിക്കുന്നത്. അവിടെ ആ റൂമിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ നീ കണ്ടില്ലേ? ഇവിടെ മരിച്ച മുഴുവൻ ആളുകളുടെ ഫോട്ടോസ് അതിലുണ്ട്. മാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം കൂടെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നിന്റെ മകളുടെ ഈ ഷൂ ആണ്. അയാളിപ്പോ നിന്റെ മകളുടെ പുറകിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് ജോങ്കു. അങ്ങനെ ജോങ്കു വേഗം തന്നെ ആ ഷൂ എടുത്തിട്ട് അയാളുടെ മകളുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് ആ ഷൂവിനെ കുറിച്ച് അവളോട് ചോദിക്കാൻ തുടങ്ങി. പക്ഷെ ഈ ഷൂ എന്റേതല്ല എന്നാണ് അയാളുടെ മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജോങ്കു ആണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല. കാരണം ആ ഷൂ അവളുടേതാണ് എന്ന കാര്യം അയാൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും വീണ്ടും അവളുടെ അടുത്ത് ആ ഷൂവിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അതെല്ലാം കൂടെ കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ജോങ്കു ഇതുവരെ കാണാത്ത രീതിയിൽ അയാളെ നോക്കി ഒന്ന് അലറിയതിനു ശേഷം അവൾ വേഗം തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ് അവൻ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അയാളുടെ മകൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ അവളുടെ റൂം ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ അവളുടെ കുറെ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ അതൊക്കെ മറച്ചു നോക്കാൻ തുടങ്ങി. വളരെ വിചിത്രമായ ചില ചിത്രങ്ങളൊക്കെയാണ് അതിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് അയാൾ ഇപ്പോൾ അവളുടെ ശരീരമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ ശരീരത്തിലും ചില കുരുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയാൾ അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളെ ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഈ പാതിരാത്രി അവളുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരമൊക്കെ പരതി നോക്കിയതിന് അവൾ നല്ല രീതിയിൽ അവളുടെ അച്ഛനെ തെറി പറയുന്നുണ്ട്. മാത്രമല്ല അവൾ ഉറക്കെ അലറാൻ തുടങ്ങി. അവളുടെ വീട്ടുകാരൊക്കെ വന്നിട്ട് കഷ്ടപ്പെട്ടാണ് അവളിപ്പോ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അവളുടെ ആ ദേഷ്യം അങ്ങോട്ട് മാറിയിട്ടില്ല. എല്ലാത്തിനെയും ഞാൻ കൊല്ലും എന്നൊക്കെയാണ് അവൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേട്ട് ജോങ്കോ ആണെങ്കിൽ ശരിക്കും പേടിച്ചിരിക്കുകയാണ്.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജോങ്ക് ഉടനെ തന്നെ പോകുന്നത് സാമിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവനെയും വിളിച്ചുകൊണ്ട് അവർ ആ ജപ്പാൻകാരന്റെ വീട്ടിലെത്തി. ഈ സമയം അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ജപ്പാൻകാരൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ജോങ്ക് ആ വീട് മൊത്തത്തിൽ പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ ആ പരിശോധനയിൽ തലേ ദിവസം അവരെ കണ്ട ഒരു സാധനങ്ങൾ അവിടെ കാണാനില്ല. അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എവിടെ പോയി എന്നാണ് ജോങ്ക് അയാളുടെ അടുത്ത് ചോദിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും ഞാൻ നശിപ്പിച്ചു കളഞ്ഞതാണ്. അതെല്ലാം കേൾക്കുമ്പോൾ എന്നാ നീ ആരാണെന്ന് സത്യം പറയണം. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ മരണങ്ങൾക്കൊക്കെ കാരണം നീയല്ലേ? എന്റെ മകളുടെ ഷൂ എന്തിനാണ് നീ എടുത്തുകൊണ്ട് വന്നത്? അവളെയും കൊല്ലാനാണോ നിന്റെ പ്ലാൻ? അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. മര്യാദയ്ക്ക് നിന്റെ പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ നാട് വിട്ട് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ജോങ്കോ അയാളെ തെറി പറയാൻ തുടങ്ങി. പക്ഷെ അയാളാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ അതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ ജോങ്കോന് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി. അവനൊരു പിക്കാസ് എടുത്തിട്ട് ആ വീടിന്റെ ഡോറൊക്കെ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ആ നായ ഓടിച്ചെന്നിട്ട് ജോങ്കോനെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ പിക്കാസ് എടുത്തിട്ട് ജോങ്കോ ആ നായനെ വെട്ടിക്കൊല്ലുകയാണ്. അതിനുശേഷം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോണെന്ന് പറഞ്ഞിട്ട് ജോങ്കോ ആ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ജോങ്കുവിന്റെ ഭാര്യയും അമ്മയും കൂടെ ഹ്യോജിനെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അയാൾ അവളുടെ ശരീരം മൊത്തം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ശരീരം മൊത്തം ആ കുരുക്കൾ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അയാളിപ്പോ ഹ്യോജിന്റെ അമ്മയുടെ അടുത്താണ് സംസാരിക്കുന്നത്. ഇതേ സമയം തന്നെ ആ ജപ്പാൻകാരനാണെങ്കിൽ ആ നായ മരിച്ച വിഷമത്തിൽ അയാളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ഇരിക്കുകയാണ്. ഈ സമയം കുറെ കാക്കകളൊക്കെ അങ്ങോട്ട് പറന്നു വന്നിട്ട് അയാളുടെ നായയുടെ ശരീരം ഇങ്ങനെ കുത്തി തിന്നാൻ തുടങ്ങി. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അയാളാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയായി. ജോങ്കു ഇപ്പോ അയാളുടെ കാറിലിരുന്നിട്ട് ഭാര്യയോട് കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എന്താണ് മകളെ കുറിച്ച് പറഞ്ഞത് എന്നാണ് അയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ പല ആളുകൾക്കും വന്ന അതേ അസുഖം തന്നെയാണ് അവക്കും. അതിന്റെ കാരണം എന്താണെന്ന് ഡോക്ടർക്ക് അറിയത്തില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ജോങ്കുവിന്റെ ഭാര്യ ഇപ്പൊ അയാളോട് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ജോങ്കുവിന്റെ ഭാര്യയും അമ്മയും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. അവരുടെ വീട്ടിന്റെ കവാടത്തിലായിട്ട് ഒരു കറുത്ത ആടിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതെല്ലാം കണ്ട് ജോങ്കുവിന്റെ ഭാര്യ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഈ ശബ്ദം ജോങ്കുവും കേൾക്കുന്നുണ്ട്. പക്ഷെ അവനിപ്പോ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. അവനും അവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭാര്യ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് എത്തി. അവന് നടക്കാൻ പറ്റാത്ത കാണുമ്പോൾ അവൾ ഉടനെ തന്നെ ഡോക്ടറെ വിളിക്കുന്നു. ഡോക്ടർ അങ്ങോട്ട് വന്നതിന് ശേഷം ജോങ്കുവിന്റെ ശരീരത്തിൽ എന്തൊക്കെയോ സൂചികളൊക്കെ കുത്തിവെക്കുന്നുണ്ട്. അതിനുശേഷം ഇവന് കള്ളൂടി കുറച്ച് കൂടുതലാണ്, അതൊന്ന് നിർത്തി കഴിഞ്ഞാൽ ഇവന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഹ്യോജിനെ കുറിച്ചിട്ട് ജോങ്കു അയാളുടെ ഭാര്യയുടെ അടുത്ത് ചോദിക്കുന്നത്. അവളെ അടുത്ത വീട്ടിലെ സ്ത്രീയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നാണ് അവരതിന് മറുപടി പറയുന്നത്. അവൾ ഒറ്റയ്ക്കാക്കി അവരിങ്ങോട്ട് പോന്നു എന്ന് അറിയുമ്പോൾ ജോങ്കു ആണെങ്കിൽ അവരുടെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അവരെയും കൂട്ടി നേരെ ആ സ്ത്രീയുടെ വീട്ടിലേക്കാണ് അവർ ചെല്ലുന്നത്. അവിടുത്തെ കാഴ്ച അവര് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. സ്ത്രീ അവിടെ മരിച്ചു കിടക്കുകയാണ്. അവളെ കൊന്നിരിക്കുന്നത് ഹ്യോജിനാണ്. അവളൊരു കത്രികയും പിടിച്ചിട്ട് ദേഹം മൊത്തം ചോരയായിട്ട് അവിടെ പേടിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ എല്ലാവരും ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം ആ ജപ്പാൻകാരനാണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അവർ എത്തിയിരിക്കുന്നത്. അയാളുടെ വീട്ടിൽ പോയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അയാളുടെ പണി തീർക്കണം എന്നാണ് ജോങ്കു അയാളുടെ ഫ്രണ്ടായ പോലീസുകാരനും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി അവരെ അറിയിച്ചതിനെ തുറന്നിട്ട് ആ മന്ത്രവാദി അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വന്ന ഉടനെ തന്നെ അയാൾ ആ ഏരി മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയിൽ അയാൾ ഹ്യോജിനെയും ചെന്ന് കാണുന്നുണ്ട്. അങ്ങനെ ആ വീടിന്റെ അകത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കുറച്ച് അപ്പുറത്തായിട്ട് മൂടി വെച്ച 3-4 ഭരണികൾ അയാൾ ശ്രദ്ധിക്കുന്നത്. അതിൽ ഒരു ഭരണി മാത്രം ചുവന്ന അടപ്പ് വെച്ചിട്ടാണ് മൂടി വെച്ചിരിക്കുന്നത്. അതിനകത്ത് എന്താണ് എന്നാണ് ആ മന്ത്രവാദി ചോദിക്കുന്നത്. അതിനകത്ത് സോയാ സോസ് ആണ് എന്നാണ് അവരതിന് മറുപടി പറയുന്നത്. ഇല്ല, അതിനകത്ത് സോയാ സോസ് മാത്രമല്ല മറ്റൊരു സാധനം കൂടെ അതിന്റെ അകത്തുണ്ട്. ആ ഭരണി ഇങ്ങോട്ട് എടുത്തോണ്ട് വാ, ആ മന്ത്രവാദി പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ ജോങ്കു ആണെങ്കിൽ ആ ഭരണി എടുത്തുകൊണ്ട് അയാളുടെ മുന്നിലേക്ക് വരികയാണ്. ഈ സമയം മന്ത്രവാദി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വടി എടുത്തിട്ട് ആ ഭരണി തല്ലി പൊട്ടിക്കുന്നു. അവര് പറഞ്ഞ പോലെ അതിനകത്ത് സോയാ സോസ് തന്നെയാണ്. അത് കൂടാതെ ഒരു ചത്ത കാക്കയോ അതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം അയാൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ദുഷ്ട പിശാചാണ്. അതിനെ ഒഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്രിയകളൊക്കെ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അയാൾ ഉടനെ തന്നെ അയാളുടെ മന്ത്രവാദവും പരിപാടിയൊക്കെ ആരംഭിച്ചു. ആ മന്ത്രവാദ കളത്തിന്റെ അടുത്തായിട്ട് ഹ്യോജിനെ അവർ ഇരുത്തിയിട്ടുണ്ട്. കുറെ നേരം അയാൾ ഓരോരോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഹ്യോജിനാണെങ്കിൽ അതൊക്കെ കണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ സമയം നിലവിളിച്ച് കഴിയുമ്പോൾ അവളുടെ ബോധം പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവളെ വീണ്ടും ഒന്ന് പരിശോധിച്ചതിന് ശേഷം അയാൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ദുഷ്ട പിശാചാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരാളെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ മന്ത്രവാദി ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ജോങ്കു ആണെങ്കിൽ ആ ജപ്പാൻകാരന്റെ കാര്യമാണ് അയാളോട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നീ വിചാരിക്കുന്ന പോലെ അയാളൊരു മനുഷ്യനല്ല, അയാളൊരു പിശാചാണ് എന്നാണ് ആ മന്ത്രവാദി പറയുന്നത്.
ഇതേ സമയം തന്നെ മറ്റൊരു വീടിന്റെ അകത്ത് വീണ്ടും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പാർക്ക് ചുൻബെ എന്ന പേരിൽ ഒരാളുടെ വീട്ടുകാരാണ് മരിച്ചിരിക്കുന്നത്. അയാൾ തന്നെയാണ് അവരെ കൊന്നിരിക്കുന്നത്. എന്നാൽ അയാൾ അവിടെ കാണുന്നില്ല. മരിച്ച ആളുകളുടെ ശരീരം മൊത്തം അവിടുത്തെ കിണറ്റിലാണ് കിടക്കുന്നത്. പോലീസുകാരൊക്കെ അതൊക്കെ അവിടെ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മന്ത്രവാദിയാണെങ്കിൽ ജോങ്കുവിനെയും കൊണ്ട് അയാളെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജപ്പാൻകാരന്റെ കാര്യം തന്നെയാണ് മന്ത്രവാദി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ വിചാരിക്കുന്ന പോലെ ആ ശക്തി ചില്ലറക്കാരനല്ല, ഒരു ദുഷ്ട പിശാചാണത്. ഒന്നില്ലെങ്കിൽ അതിനെ ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ കൊല്ലണം. അല്ലാതെ ഈ നാടിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല എന്നൊക്കെയാണ് മന്ത്രവാദി പറയുന്നത്. അങ്ങനെ മന്ത്രവാദി ജോങ്കുവിനെയും കൊണ്ട് അയാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ചില അരിമണികളൊക്കെ വെച്ചിട്ട് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയം ആ പരിപാടികളൊക്കെ ചെയ്തതിനു ശേഷം അയാൾ ഇപ്പോൾ ജോങ്കുവിന്റെ അടുത്ത് ഒരു കാര്യം പറയാണ്. അതായത് നാളെ രാത്രി 7 മണിക്ക് 9 മണിക്ക് ഇടയിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഞാനൊരു ക്രിയ നടത്തുന്നുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ക്രിയയാണത്. വളരെ അപകടം പിടിച്ചത്. നല്ല കാശ് അതിന് ചെലവാവും. മാത്രമല്ല ഒരു കാരണവശാലും ആ ക്രിയ തടസ്സപ്പെടാൻ പാടില്ല. അങ്ങനെ തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ വിപരീത ഫലമായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ജോങ്കു ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഡ്രസ്സ് മാറുമ്പോഴാണ് ജോങ്കു മറ്റൊരു കാര്യം ചോദിക്കുന്നത്. അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് അയാൾ ഒരു പിശാചാണെന്ന്, പിന്നെ എങ്ങനെയാണ് അയാൾക്ക് മനുഷ്യരൂപം കിട്ടിയിരിക്കുന്നത് എന്നാണ് ജോങ്കു ചോദിക്കുന്നത്. അതേ അയാൾ ആദ്യം മനുഷ്യനായിരിക്കണം, പതിയെ പതിയെ ഇങ്ങനായിട്ട് മാറിയതാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു പിശാചാണത്. അതിനെ ഒഴിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രാമം മൊത്തം അത് നശിപ്പിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്നാക്കണം എന്നാണ് മന്ത്രവാദി പറയുന്നത്. ഓക്കെ, എല്ലാം നമുക്ക് പെട്ടെന്നാക്കാം. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്റെ മകളെ എന്തിനാണ് അത് പിടിച്ചിരിക്കുന്നത്? ജോങ്കു വീണ്ടും ചോദിക്കുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ വേട്ടയാടലിന്റെ രീതിയാണ്. നമ്മൾ ഈ ചൂണ്ടയിടുമ്പോൾ ഇന്ന മീനിനെ തന്നെ വേണം എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ചൂണ്ടയിടാറ്. നമുക്ക് ഏത് മീനിനാണോ കിട്ടുന്നത് അതിനെയാണല്ലോ നമ്മൾ പിടിച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അയാൾ വേട്ടയാടുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകളെ അയാൾ പിടിക്കാൻ കാരണം കോയിൻസിഡൻസ് ആണ് എന്നാണ് മന്ത്രവാദി പറയുന്നത്. ഇതേ സമയം തന്നെ ആ ജപ്പാൻകാരനാണെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിയിലായിട്ട് അവിടെ ഒരു വാൻ കിടക്കുന്നുണ്ട്. അതിനകത്ത് മരിച്ച ഒരാളാണ് ഇരിക്കുന്നത്. ആ ജപ്പാൻകാരൻ ചെക്ക് ചെയ്യുമ്പോൾ അത് ആ പാർക്ക് ചുൻബെയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഇന്നാണ് ആ ക്രിയ നടക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആവാം ആ ജപ്പാൻകാരനും ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്നിട്ട് എന്തൊക്കെയോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അയാൾ ആ കാണിക്കുന്നൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ വെളുത്ത ഡ്രസ് ഇട്ട പെൺകുട്ടിയില്ലേ, അവളും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ജപ്പാൻകാരൻ നേരെ അയാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അയാൾ അവിടെ എന്തൊക്കെയോ മന്ത്രവാദങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. ആ മരിച്ചുപോയ ചുൻബയുണ്ടല്ലോ, അയാളുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടാണ് അയാൾ ആ മന്ത്രവാദമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയം രാത്രിയായപ്പോ ജോങ്കുവിന്റെ വീട്ടിലിരുന്നിട്ട് ആ മന്ത്രവാദിയും അയാളുടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അയാൾ ഓരോരോ മന്ത്രവാദങ്ങൾ നടത്തുന്നതിനനുസരിച്ചിട്ട് ജപ്പാൻകാരനാണെങ്കിൽ അയാളുടെ വീട്ടിലിരുന്നിട്ട് അയാളുടെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുൻബയുടെ ഫോട്ടോ വെച്ചിട്ട് അതൊക്കെ ചെയ്യുന്നോണ്ട് തന്നെ ആ വണ്ടിക്കകത്തിരിക്കുന്ന ചുൻബയുടെ ശരീരത്തിൽ പെട്ടെന്ന് ജീവൻ വരികയാണ്. ഇതേ സമയം തന്നെ ആ മന്ത്രവാദി അവിടെ നിന്ന് ക്രിയകളൊക്കെ നടത്തുന്നോണ്ട് ഹ്യോജിനാണെങ്കിൽ വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അയാളോട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയണം എന്നൊക്കെയാണ് അവളിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് ജോങ്കുവിനാണെങ്കിൽ അതൊന്നും സഹിക്കാൻ സാധിക്കുന്നില്ല. ഇനിയും അയാൾ ആ മന്ത്രവാദം തുടരുകയാണെങ്കിൽ തന്റെ മകള് മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ വേഗം തന്നെ പുറത്തേക്ക് ഓടി ചെന്നിട്ട് ആ മന്ത്രവാദം നടത്തുന്നത് സ്റ്റോപ്പ് ചെയ്യാണ്. ഈ സമയം ജപ്പാൻകാരന്റെ അവസ്ഥയാണെങ്കിൽ മന്ത്രവാദി അയാളുടെ ക്രിയകളൊക്കെ നടത്തുന്നതുകൊണ്ട് അയാളുടെ പണി ഏകദേശം തീർന്നതായിരുന്നു. എന്നാൽ ജോങ്കു പെട്ടെന്ന് ആ ക്രിയകളൊക്കെ തടഞ്ഞതുകൊണ്ട് അയാളുടെ ജീവൻ മൊത്തം പോയിട്ടില്ല. അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതുകൊണ്ട് അയാൾ വേഗം തന്നെ അയാളുടെ റൂമിലേക്ക് കയറി അവിടെ കിടക്കുകയാണ്. ഈ സമയം ആ വെളുത്ത വസ്ത്രം ധരിച്ച ആ പെൺകുട്ടി അതിലെ കറങ്ങി നടക്കുന്നുണ്ട്. അവളെ കാണുമ്പോൾ ആ ജപ്പാൻകാരന്റെ പേടിയാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോങ്കു ഉടനെ തന്നെ തന്റെ മകളെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അയാൾ അവിടേക്ക് ചെല്ലുമ്പോൾ ആ സാമും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൻ ഇപ്പോഴാണ് ജപ്പാൻകാരനെ കുറിച്ച് മന്ത്രവാദി പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, പള്ളിയിൽ ചെന്ന് അച്ഛനെ ഒന്ന് കാണാം, ചിലപ്പോൾ പള്ളിക്ക് ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും എന്നാണ് സാം പറയുന്നത്. അങ്ങനെ സാം ഉടനെ തന്നെ ജോങ്കുവിനെയും കൂട്ടി നേരെ പള്ളിയിലേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം പള്ളിയിലച്ഛന്റെ അടുത്ത് ആ മന്ത്രവാദി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രവാദികളെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ നമ്പാൻ നിൽക്കണ്ട. മാത്രമല്ല ആ ജപ്പാൻകാരൻ ഒരു പിശാചാണ് എന്നതിന് ഒരു തെളിവുമില്ല. അയാളെ പിശാചിന്റെ രൂപത്തിൽ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പള്ളിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അതൊക്കെ കേട്ട് വളരെ നിരാശയോടെയാണ് ജോങ്കു പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ അവിടെ നിന്ന് പിരിയാൻ നേരത്ത് ജോങ്കു സാമിന്റെ അടുത്ത് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അയാളെ പിശാചാണോ എന്ന കാര്യത്തിൽ തെളിവില്ലാത്തതുകൊണ്ടല്ലേ പള്ളിക്ക് നമ്മളെ സഹായിക്കാൻ പറ്റാത്തത്. നമുക്ക് നാളെ തന്നെ ആ ജപ്പാൻകാരന്റെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് നേരിട്ട് ചെന്നിട്ട് അയാളെ പിശാചാണോ അല്ലയോ എന്ന കാര്യം നമുക്ക് തെളിയിക്കണം. എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം എന്നാണ് ജോങ്കു പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ജോങ്കുവും സാമും കൂടെ കുറച്ച് ആളുകളെയും കൂട്ടി നേരെ ആ ജപ്പാൻകാരന്റെ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ അവരവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ജപ്പാൻകാരനെ കാണുന്നില്ല. അവരാ വീട് മൊത്തം തല്ലി പൊളിക്കുന്നുണ്ട്. പക്ഷെ ആ ഏരിയയിൽ ഒന്നും തന്നെ അയാളെ കാണുന്നില്ല. ഈ സമയത്താണ് ആ വീണ്ടും ജീവൻ വന്ന ചുൻബെ അങ്ങോട്ട് വരുന്നത്. അയാളിപ്പോ ഒരു സോംബിയെ പോലെ ആയിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ അവിടെയുള്ള മുഴുവൻ ആളുകളെയും ചുൻബെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി.
ആ ആക്രമണത്തിൽ സാമിനൊക്കെ നല്ല രീതിയിൽ പരിക്കുപറ്റുന്നുണ്ട്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അവർ ചുൻബയെ വീണ്ടും കൊന്നുകളയുന്നത്. അങ്ങനെ അവനെ കൊന്നു കഴിയുമ്പോഴാണ് അവർ ആ ജപ്പാൻകാരനെ കാണുന്നത്. അയാൾ അവിടെ പതുങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ എല്ലാവരും ആ ജപ്പാൻകാരനെ പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ ജപ്പാൻകാരനാണെങ്കിൽ നല്ല വേഗതയിലാണ് പോകുന്നത്. മാത്രമല്ല കൊടുങ്കാട്ടിലൂടെയാണ് അയാൾ ഓടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അയാളെ പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ ഓടി ഒരു മലയുടെ മുകളിലാണ് അവർ എത്തി നിൽക്കുന്നത്. അവർ നോക്കുമ്പോൾ ആ ഏരിയയിൽ ഒന്നും ജപ്പാൻകാരനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ ജപ്പാൻകാരനാണെങ്കിൽ ആ മലയുടെ താഴെയാണ് പതുങ്ങിയിരിക്കുന്നത്. അയാളെ നോക്കുമ്പോൾ ആ വെള്ള ഡ്രസ് ഇട്ട പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അവളെ കണ്ട ഉടനെ തന്നെ അയാൾ അവളുടെ പുറകെ പോകാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ജോങ്കും കൂട്ടരും അവരുടെ വണ്ടിയിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് എന്തോ ഒരു സാധനം വന്നിട്ട് അവരുടെ വണ്ടിയുടെ മുകളിലേക്ക് വീഴുന്നത്. അവർ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിയിട്ട് അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് പോവാണ്. ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അത് ആ ജപ്പാൻകാരനായിരുന്നു. അയാൾ അവിടെ മരിച്ചു കിടക്കുന്നതാണ് അവർ കാണുന്നത്. അങ്ങനെ അയാളെ ഒന്ന് നോക്കിയതിനു ശേഷം അവരെല്ലാവരും കൂടെ ആ ജപ്പാൻകാരന്റെ ശരീരം എടുത്തിട്ട് ആ റോഡിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയാണ്. ഈ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് ആ പെണ്ണും അവിടെ നിൽക്കുന്നുണ്ട്. എന്തോ സാധിച്ച മട്ടിലാണ് അവളുടെ മുഖഭാവം. ഇതേ സമയം ആ മന്ത്രവാദിയാണെങ്കിൽ അയാളുടെ വീട്ടിലാണ്. അയാൾക്കും എന്തൊക്കെയോ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വിചാരിച്ച പോലെ തന്നെ എലി കെണിയിലായിട്ടുണ്ട് എന്നാണ് അയാൾ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ജോങ്കു ഹോസ്പിറ്റലിലെത്തി. അയാളുടെ മകളുടെ അസുഖമൊക്കെ ഇപ്പൊ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോങ്കുവിന് ശരിക്കും സന്തോഷമായി. അയാൾ വേഗം തന്നെ ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ മകളെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ജോങ്കുവും ഫാമിലിയും അവരുടെ വീട്ടിലെത്തി. അവരിപ്പോ അവളെ അവിടെ ഉറക്കി കിടത്താണ്. അതിനിടയിലാണ് ജോങ്കുവിന് ഒരു കോള് വരുന്നത്. അവൻ നോക്കുമ്പോൾ അത് ആ മന്ത്രവാദിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ സമയം മന്ത്രവാദിയാണെങ്കിൽ വളരെ വേഗത്തിൽ ജോങ്കുവിനെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ എത്ര വിളിച്ചിട്ടും ജോങ്കു ഫോൺ എടുക്കുന്നില്ല. ഈ സമയം സാം ആണെങ്കിൽ ഹോസ്പിറ്റലിലാണ്. അയാളിപ്പോ പോലീസുകാർ ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ വീടിന്റെ ഉടമസ്ഥൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അയാളെ കൊന്നിരിക്കുന്നത് ഈ സാമിന്റെ ബ്രദറായ പോലീസുകാരനാണ്. അയാളുടെ ദേഹത്തും ആ കുരുക്കളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾ ആ അവസ്ഥയിലിരിക്കുന്ന കണ്ടിട്ട് സാം ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ മന്ത്രവാദിയാണെങ്കിൽ ജോങ്കുവിന്റെ വീടിന് മുന്നിലെത്തി. പക്ഷെ ആ വീടിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ആ വെളുത്ത ഡ്രസ് ഇട്ട ആ പെൺകുട്ടി അയാളുടെ മുന്നിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അയാൾ നല്ല രീതിയിൽ ഛർദ്ദിക്കാൻ തുടങ്ങി. ചോരയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് എന്നാണ് ആ പെൺകുട്ടി അയാളുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജോങ്കുവിന്റെ വീട്ടിലേക്ക് കയറാതെ അയാൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഈ സമയം ജോങ്കു നോക്കുമ്പോൾ അയാളുടെ ഫോണിൽ കുറെ മിസ് കോൾ നടക്കുന്നുണ്ട്. അതൊക്കെ ആ മന്ത്രവാദിയുടേതാണ്. അയാൾ ഉടനെ തന്നെ ആ മന്ത്രവാദിയെ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. ഈ സമയം മന്ത്രവാദിയാണെങ്കിൽ അയാളുടെ വീട്ടിലാണുള്ളത്. അയാൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷെ അതൊന്നും അയാൾക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. മാത്രമല്ല ഒരു കറുത്ത കാക്കി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിനെ കണ്ട് പേടിയോടെ അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങാണ്. അതിനുശേഷം അയാളുടെ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ജോങ്കു അയാളുടെ വീട്ടിലേക്ക് എത്തി. അയാൾ ആ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു കാക്ക അവിടെ ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്. മന്ത്രവാദിയെ കാണുന്നില്ല. അങ്ങനെ ആ മന്ത്രവാദി അയാളുടെ വണ്ടി വളരെ വേഗത്തിൽ ഓടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷെ അയാൾക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് എന്തൊക്കെയോ പ്രാണികൾ വന്നിട്ട് കൂട്ടത്തോടെ അയാളുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ വന്ന് ഇടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കിപ്പോൾ വണ്ടി മുന്നോട്ട് ഓടിക്കാൻ സാധിക്കുന്നില്ല. അതിങ്ങനെ തുടരെ വന്ന് ഇടിക്കുന്നതുകൊണ്ട് അയാൾ വേഗം തന്നെ വണ്ടി നിർത്തുകയാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അങ്ങനെയുള്ള പ്രാണികളെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതേ സമയം സാം ആണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഉൾവിളിയെ തുടർന്ന് ഒരു വാളും എടുത്തിട്ട് കാട്ടിലേക്കാണ് പോകുന്നത്. ആരെയോ കൊല്ലണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അവന്റെ പോക്കിപ്പോ. ഈ സമയം മന്ത്രവാദിയാണെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ജോങ്കുവിനെ വിളിക്കാൻ തുടങ്ങി. അവനിപ്പോഴും അയാളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അവൻ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ആ മന്ത്രവാദി കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറയാൻ തുടങ്ങി. നീ ഇപ്പോൾ എവിടെയാണെങ്കിലും ഉടനെ തന്നെ നിന്റെ മകളുടെ അടുത്തേക്ക് പോകണം. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊന്നും. ആ ജപ്പാൻകാരനല്ല പിശാശ്. നിന്റെ വീടിന്റെ മുന്നിൽ നിൽക്കാറുള്ള ഒരു വെളുത്ത ഡ്രസ് ഇട്ട പെൺകുട്ടിയുണ്ടല്ലോ, അവളാണ് പിശാശ്. അവളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. നമ്മളെ വിചാരിച്ച പോലെ അല്ല ജപ്പാൻകാരൻ. അയാളും എന്നെ പോലെ ഒരു മന്ത്രവാദിയാണ്. ആ പെൺകുട്ടിയിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാനാണ് അയാൾ ശ്രമിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ നിന്റെ മകളുടെ അടുത്തേക്ക് പോ, ഞാനും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് മന്ത്രവാദി പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ജോങ്കു ആണെങ്കിൽ നേരെ അവന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. പക്ഷെ അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഹ്യൂജിൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെ അവളെ അവിടേക്ക് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ആ പരിശോധനയ്ക്കിടയിൽ അയാൾ എത്തിച്ചേരുന്നത് ആ പെണ്ണിന്റെ മുന്നിലാണ്. അവളെ കണ്ട ഉടനെ തന്നെ ജോങ്കു ആ പെണ്ണിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്റെ മകൾ എവിടെ, നീ എന്താണ് അവളെ ചെയ്തത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ നിന്റെ മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൾക്ക് ആ ജപ്പാൻകാരന്റെ ബാധ കയറിയതാണ്. അവളെ അതിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവളിപ്പോ നിന്റെ വീട്ടിൽ തന്നെയുണ്ട്. പക്ഷെ ഒരു കാരണവശാലും നീ ഇപ്പൊ വീട്ടിലേക്ക് പോകരുത്. ആ ജപ്പാൻകാരൻ നിന്റെ അങ്ങോട്ടുള്ള വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നീ എങ്ങാനും ഇപ്പൊ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നിന്റെ മകൾ നിന്റെ വീട്ടുകാരെ മൊത്തത്തിൽ കൊല്ലും. അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഈ സമയം അയാളുടെ മകളാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ആ തിന്നുന്ന രീതിയൊക്കെ കണ്ട് ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരാണെങ്കിൽ ശരിക്കും പേടിച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ സാം നേരെ പോകുന്നത് ഒരു ഗുഹയ്ക്കുള്ളിലേക്കാണ്.
ആ ജപ്പാൻകാരൻ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല. അയാൾ അവിടെ എന്തൊക്കെയോ പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാം നേരെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളോട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളൊരു പിശാശാണോ അല്ലയോ എന്ന കാര്യം എനിക്ക് ഇപ്പോൾ അറിയണം. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ രൂപം എന്നെ കാണിക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് ആ മന്ത്രവാദി ജോങ്കുവിനെ വിളിക്കുന്നത്. ജോങ്കു ആ പെണ്ണിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നീ അവളെ വിശ്വസിക്കരുത്. അവളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ നിന്റെ മകളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത് കാണുമ്പോൾ ആ മന്ത്രവാദിയാണല്ലേ നിന്നെ വിളിച്ചത്. ഒരു കാരണവശാലും നീ അവനെ വിശ്വസിക്കാൻ നിൽക്കരുത്. അവൻ ആ ജപ്പാൻകാരന്റെ ആളാണ്. അയാൾ ഇവനും കൂടെയാണ് എല്ലാ കാര്യം ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ആ പിശാച് നിന്റെ വീട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു കെണി വെച്ചിട്ടുണ്ട്. അവിടെയുള്ള കോഴി 3 തവണ കൂവാണെന്നുണ്ടെങ്കിൽ ആ പിശാച് കെണിയിൽ വീണു എന്നാണ് അതിന്റെ അർത്ഥം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നീ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കോഴി 2 തവണ കൂവി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അവന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അവൾ അങ്ങോട്ട് വന്നിട്ട് അവന്റെ കയ്യിൽ പിടിക്കുന്നത്. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ നേരത്തെ നിന്ന സ്ഥലത്ത് അവന്റെ മകളുടെ ഹെയർ പിൻ കിടക്കുന്നുണ്ട്. മാത്രമല്ല ആ പെണ്ണിപ്പോൾ ധരിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് മരിച്ച മറ്റൊരു പെൺകുട്ടിയുടെ ജാക്കറ്റാണ്. അതിൽ നിന്നും അവളാണ് തന്റെ വീട്ടുകാരെന്തോ ചെയ്തത് എന്നാണ് അവൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് അവൻ വേഗം വീട്ടിലേക്ക് ഓടുകയാണ്. ഈ സമയം ആ ജപ്പാൻകാരനാണെങ്കിൽ അയാളുടെ കയ്യിലെ ക്യാമറ എടുത്തിട്ട് സാമിന്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജോങ്കു അവൾ വെച്ചിരിക്കുന്ന ആ കെണി ക്രോസ് ചെയ്തിട്ട് അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ആ കെണി ക്രോസ് ചെയ്തുകൊണ്ട് തന്നെ അതിലുള്ള പൂക്കളൊക്കെ കരിയാൻ തുടങ്ങി. ഇതേ കെണിയാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ആ കൃഷിക്കാരന്റെ വീട്ടിലും കണ്ടത്. പക്ഷെ ജോങ്കു ആ വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അയാളുടെ ഭാര്യയും അമ്മയും മരിച്ചു കിടക്കുന്നതാണ് അയാൾ കാണുന്നത്. അവരെ രണ്ടുപേരെയും കൊന്നിരിക്കുന്നത് ഹ്യോജിനാണ്. അയാളെ തുറച്ചു നോക്കിക്കൊണ്ട് അവളും അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയം തന്നെ ആ ജപ്പാൻകാരനാണെങ്കിൽ സാമിനെ ഫോട്ടോ എടുക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പദ്ധതികളൊക്കെ വിജയിച്ചുകൊണ്ട് തന്നെ അയാളിപ്പോ അയാളുടെ ആ പിശാചിന്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. നഖങ്ങളൊക്കെ വളർന്ന് മുഖം മൊത്തം ചുവന്ന കളറായി അയാളുടെ കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭീകരമായ കാഴ്ച കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് സാം. ഈ സമയം ആ വെളുത്ത ഡ്രസ്സിട്ട പെൺകുട്ടിയാണെങ്കിൽ ആ വീട്ടുകാരെ രക്ഷിക്കാൻ സാധിക്കാത്തതുകൊണ്ട് വളരെ നിരാശയിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ആ മന്ത്രവാദി ജോങ്കുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അയാൾ നോക്കുമ്പോൾ ഹ്യോജിൻ ആ വീടിന്റെ മുന്നിലായിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. അയാൾ വേഗം തന്നെ അകത്തേക്ക് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അയാൾ നോക്കുമ്പോൾ ജോങ്കു അവിടെ ഇരിക്കുന്നുണ്ട്. അവന്റെയും കൂടെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ആ മന്ത്രവാദി നേരെ അവന്റെ കാറിലേക്ക് തിരിച്ചു വരാണ്. ഈ സമയം അവൻ അതിനകത്ത് നിന്നൊരു ബോക്സ് എടുക്കുന്നുണ്ട്. ആ ബോക്സിനകത്ത് വേറെയും കുറെ ആളുകളുടെ ഫോട്ടോസാണ് ഉണ്ടായിരുന്നത്. അത് താഴെ പോയതുകൊണ്ട് അതെല്ലാം തിരിച്ചു വാരിയിട്ടതിന് ശേഷം അയാൾ വേഗം അയാളുടെ വണ്ടിയുമായിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം ജോങ്കു ആണെങ്കിൽ ആ വീടിനകത്ത് തന്നെ ഇരുന്നിട്ട് ഓരോരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ മകളുടെ കാര്യമാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അയാളും അയാളുടെ മകളും തമ്മിലുള്ള ചില സന്തോഷ നിമിഷങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.